ഖേൽരത്ന അവാർഡിനായി സമർപ്പിച്ച അപേക്ഷയിൽ തന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായതായി സമ്മതിച്ച് കായികതാരം മനു ഭാക്കർ. കായികതാരം എന്ന നിലയിൽ രാജ്യത്തിന് വേണ്ടി കളിക്കുകയാണ് തന്റെ കർത്തവ്യമെന്ന് മനു ഭാക്കർ എക്സിൽ കുറിച്ചു. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അത്ലറ്റുകളുടെ പട്ടികയിൽ നിന്ന് മനു ഭാക്കറുടെ പേര് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയെന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതോടെ ബോധ്യപ്പെട്ടു. ഇരട്ട ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മനു ഭാക്കറുടെ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അത്ലറ്റുകളുടെ പട്ടികയിൽ നിന്ന് കേന്ദ്ര കായിക മന്ത്രാലയം ഒഴിവാക്കിയെന്ന പ്രചരണം ശക്തമാകുന്നതിനിടയിലാണ് വാസ്തവം വെളിപ്പെടുത്തി മനു ഭാക്കർ തന്നെ രംഗത്തെത്തിയത്. ഒരു കായിക താരം എന്ന നിലയിൽ തന്റെ രാജ്യത്തിനു വേണ്ടി കളിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്യുക എന്നതാണ് തന്റെ കർത്തവ്യമെന്ന എക്സിൽ കുറിച്ച മനു ഖേൽരത്ന അവാർഡിനായി സമർപ്പിച്ച അപേക്ഷയിൽ തന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി സമ്മതിച്ചു. അവാർഡിന് പരിഗണിക്കാതെ തന്നെ തന്റെ രാജ്യത്തിനായി കൂടുതൽ മെഡലുകൾ നേടാൻ സാധിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ നടത്തരുതെന്നും ചാമ്പ്യൻ ഷൂട്ടർ മനു ഭാക്കർ വ്യക്തമാക്കി. ഖേൽരത്ന അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അത്ലറ്റുകളുടെ പട്ടികയിൽ നിന്ന് മനു ഭാക്കറുടെ പേര് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിന്റെ പ്രചരണത്തിനടക്കം വലിയ തിരിച്ചടിയായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഗെയിംസ് പതിപ്പിൽ 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റായിട്ടും മനുവിന്റെ പേര് ഖേൽരത്ന പുരസ്കാര പട്ടികയിൽ ഇടം നേടാനാകാഞ്ഞത് കായിക മന്ത്രാലയവും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ജനം, ഡൽഹി.